കാസർഗോഡ് ജില്ലയിൽ 41 ദിവസത്തിനുള്ളിൽ 304 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 312 പ്രതികളിൽ 311 പേരെ പിടികൂടാനായതായി ജില്ലാ പോലീസ് മേധാവി ടി ശിൽപ അറിയിച്ചു. ലഹരിക്കെതിരെ ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കാസർഗോഡ് ജില്ലയിൽ ലഹരിക്കെതിരെ നടപടി കർശനമാക്കി പോലീസ്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 31 വരെ നടന്ന പരിശോധനയിൽ 304 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 312 പ്രതികളിൽ 311 പേരെ പിടികൂടാനായതായി ജില്ലാ പോലീസ് മേധാവി ടി ശിൽപ അറിയിച്ചു. ബൈറ്റ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ. 42 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കുറവ് കേസുകൾ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മഞ്ചേശ്വരം 27, കുമ്പള 16, കാസർഗോഡ് 35, വിദ്യാനഗർ 23, ബദിയടുക്ക 22, ബേക്കൽ 35, മേൽപ്പറമ്പ് 19, ആദൂർ 11, ബേടകം 14, അമ്പലത്തറ 8, രാജപുരം 12, നീലേശ്വരം 10, ചന്ദേര 20, ചീമേനി 3, വെള്ളരിക്കുണ്ട് 3, വനിതാ പോലീസ് സ്റ്റേഷൻ 4 എന്നിങ്ങനെയാണ് മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്ത കേസുകൾ. വാണിജ്യ വിഭാഗങ്ങളിൽ 6ഉം ചെറുകിട ഇടത്തരം വിഭാഗങ്ങളിലായി 31 കഞ്ചാവ് ബീഡിയും MDMAയും ഉപയോഗിച്ചതിനുമായി 267 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതിനാൽ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കണമെന്ന് പോലീസ് പറഞ്ഞു. ലഹരിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സ്റ്റേറ്റ് വൈഡ് ബി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് ഒരു മാസമായി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാസർഗോഡ് ജില്ലയിൽ 304 കേസുകൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. 312 ആൾക്കാർ ഈ കേസുകളിൽ അറസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് ഭാഗമായി 25 സ്മോൾ ക്വാണ്ടിറ്റി NDPS കേസുകളും 6 മീഡിയം ക്വാണ്ടിറ്റി കേസുകളും 5 കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകളും പിന്നെ ഗഞ്ചാവ് ബീഡിയും പിന്നെ MDMA ചെറിയ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്ത 267 കേസുകൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഈ കേസുകളിൽ ഒരു കേസിൽ സ്കൂൾ കുട്ടികൾ ഗഞ്ചാവ് യൂസ് ചെയ്യുന്ന ഒരു സംഭവം റിപ്പോർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികൾ എന്താണ് അവർ ബിഹേവിയറിൽ മാറ്റമുണ്ടോ, അവർ ബാഗിൽ എന്താണോ ഗഞ്ചാവോ ഇല്ല MDMA ഇങ്ങനെ ഇത് സബ്സ്റ്റൻസസ് ക്യാരി ചെയ്യുന്നുണ്ടോ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ട്. ലഹരി വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ 9497 964422 എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.